ചായ തിളയ്ക്കുന്ന സമയം മതി ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ. കനം കുറച്ച് അരിഞ്ഞെടുത്ത സവാളയിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലയും ഇട്ട് കൊടുത്ത ശേഷം പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കടലമാവും 2 ടീസ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുഴച്ചെടുത്ത മാവിൽ നിന്ന് ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ എടുത്ത് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി പുഴുങ്ങി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടയിൽ നിന്നും ഓരോ പീസസ് എടുത്ത് ഇതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാം. ആ മാവ് വെച്ച് നന്നായിട്ട് ഇതുപോലെ അങ്ങ് പൊതിഞ്ഞ് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇനി തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് എല്ലാ വശവും നന്നായിട്ടൊന്ന് മൂത്ത് ഇളം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇതുപോലെ കോരി മാറ്റിയെടുത്താൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒണിയൻ എഗ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുമല്ലോ.